സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെ ഓരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോരവീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ചരിത്രമുറങ്ങുന്ന തിരുവിതാംകൂറിൻ്റെ ദക്ഷിണദേശത്ത് വിശ്വമാനവികതയുടെയും സ്നേഹത്തിൻ്റെയും ക്രൈസ്തവ മൂല്യങ്ങൾ പകർന്നുകൊടുത്ത വൈദിക ശ്രേഷ്ഠന്മാർ വിരളമാണ്. എങ്കിൽ അവരിൽ പ്രമുഖനാണ് ഈ താടിയച്ചൻ. ചങ്ങനാശ്ശേരി രൂപതയുടെ ഭാഗമായിരുന്ന കന്യാകുമാരി മിഷൻ്റെ വളർച്ച, അത് അന്ന് പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ മഞ്ചാരിക്കുളത്തിനും അച്ഛൻ്റെ കൂടെ പ്രവർത്തിച്ച വൈദികരുടെയും പ്രയത്നഫലമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. പാപങ്ങളുടെ സ്നേഹവും അതോടൊപ്പം തന്നെ ആത്മീയമായിട്ട് അവരെ വളർത്തുവാനായിട്ടും വേണ്ടിയിട്ട് ഒത്തിരിയേറെ പ്രവർത്തിച്ച, സാമൂഹികമായിട്ട് ചിന്തിക്കുമ്പോൾ ഒത്തിരിയേറെ പേർക്ക് വീടുകൾ വെച്ച് കൊടുക്കുകയും അവരുടെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഒത്തിരി താല്പര്യമെടുത്ത് അവരെ വളർത്തുകയും ചെയ്ത ഒരു പദ്ധതി ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ മഞ്ചേരിക്കുളത്തിനും അവരുടെ കൂടെ പ്രവർത്തിച്ചവരും കൂടെ പ്രവൃത്തിയുടെ ഫലമാണ് ഇന്ന് കാണുന്ന തക്കല രൂപതയും അതിൻ്റെ പ്രവർത്തനങ്ങളുമെന്ന് നമുക്ക് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും. ആയിരത്തി 1966 തിരുപ്പട്ടം സ്വീകരിച്ച മാഞ്ചേരിക്കളം അച്ഛൻ ഒരു മിഷനറിയുടെ ദൈവാനുഭവങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ വൈദിക ശ്രേഷ്ഠനാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിൽ നിന്ന് ഓടിയകലാതെ അതിന് പരിഹാരം എന്ത് എന്ന് ചിന്തിച്ച് അതിൻ്റെ പരിഹാരം കണ്ടെത്താൻ മനുഷ്യനെന്നും പരിശ്രമിക്കുന്നുണ്ട്. ആ പരിശ്രമങ്ങളെ നമ്മൾക്ക് പലവിധ രീതിയിൽ സഹായിക്കാൻ കഴിയും. അങ്ങനെ ജീവിതത്തിൽ നട്ടം തിരിയുന്ന മനുഷ്യന്, ക്ലേശഭൂഷ്ടമായ ജീവിതം നയിക്കുന്നവർക്ക് ഒരു ആശ്വാസകേന്ദ്രം എവിടെ എന്നുള്ളത് പലർക്കും അജ്ഞാതമാണ്. ഈ ലോകത്തിലേക്ക് മനുഷ്യൻ്റേതായ സങ്കീർണമായ ഈ ക്ലേശം നിറഞ്ഞ ലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവായ യേശു അവന് സൗഖ്യം പ്രദാനം ചെയ്യുന്നു. ആ സൗഖ്യം എങ്ങനെ പ്രാപിക്കാം എന്നുള്ള പരിശ്രമങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ പരിശ്രമമാണ് ക്രിസ്തീയ സഭ എന്നുള്ളത് അവിതർക്കിതമായ ഒരു കാര്യമാണ്. ചങ്ങനാശ്ശേരി രൂപതയുടെ മിഷനറി പ്രദേശമായിരുന്നു കന്യാകുമാരി ജില്ല. അവിടെ 7 ദേശം പഞ്ചായത്തിൽപ്പെട്ട നിദ്രവിളയായിരുന്നു അതിൻ്റെ കേന്ദ്രസ്ഥാനം. 1960 നിലവിൽ വന്ന നിദ്രവിള ജയ്മാതാ ഇടവക സമൂഹത്തിൻ്റെ വികാരിയായി പിന്നീട് വന്ന മാഞ്ചേരിക്കളം അച്ഛനിൽ കർമ്മനിരതനായ
ഒരു മിഷനറിയുടെ ചൈതന്യമുണ്ടായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്നുള്ളത് സഭയുടെ ജീവിതത്തോട് വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു. സഭ തന്നെയും ഈ പ്രേക്ഷിത യജ്ഞത്തിന് വേണ്ടി, അത് സൗഖ്യമില്ലാത്തവന് സൗഖ്യം പകർന്നു കൊടുക്കുവാൻ, സൗഖ്യത്തിൻ്റെ വഴി കാട്ടിക്കൊടുക്കുവാനുള്ള ഒരു വലിയ പരിശ്രമമാണ് സഭ നടത്തുന്നത്. ആ പരിശ്രമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടന്നു വന്ന് കർത്താവായ യേശു നൽകുന്ന സൗഖ്യത്തെ പ്രാപിപ്പാൻ എല്ലാവർക്കും ഒരുപോലെ അവകാശമുണ്ട്. അതിനായി ലോകത്തെ മുഴുവൻ ക്ഷണിക്കുവാനുമാണ് സഭയെ കർത്താവായ യേശു നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്. സഭയുടെ യജ്ഞങ്ങൾ മുഴുവൻ അതിനു വേണ്ടിയിട്ടാണ്. ആ പരിശ്രമത്തിലൂടെയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഭ ചെന്നു പറ്റുന്നത്. അല്ലാതെ അവിടെ കുറേ ഭൂമി പിടിച്ചെടുത്ത് ഒരു സാമ്രാജ്യം സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ആ ഭൂമി കച്ചവടം ചെയ്ത് സമ്പന്നയാകാനോ ഒന്നുമല്ല. ലോകത്തെ ശുശ്രൂഷിക്കാൻ, എന്തിന്, സൗഖ്യ ജീവിതത്തിലേക്ക് നടന്നു കയറാൻ. ആ പരിശ്രമത്തിൻ്റെ ഒരു ഫലമാണ് നിത്യവിളയിൽ 1964 രൂപം കൊടുത്ത ജയമാതാ പള്ളി. ഇവിടെ സുവിശേഷം, ദൈവത്തിൻ്റെ വചനം നൽകി, ദൈവത്തിൻ്റെ ജീവൻ നൽകി ആളുകൾക്ക് സൗഖ്യം പ്രദാനം ചെയ്യുന്നു. ഈ സൗഖ്യത്തിലേക്ക് വന്നവർ അനേകരാണ്. നിത്യവിള ഇടവക എന്ന് പറയുന്നത് ആ സൗഖ്യ അന്വേഷകരുടേതായ ഒരു സമൂഹമാണ്. ആ സമൂഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുവീൻ, കർത്താവിനെ അനുഭവിച്ച് ആനന്ദിക്കുവീൻ, നിങ്ങളുടെ ജീവിത ക്ലേശങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവീൻ എന്നുള്ള വലിയ മുദ്രാവാക്യത്തോടുകൂടി സഭ നിത്യവിളയിൽ പരിശോഭിക്കുന്നു. കഴിഞ്ഞ ദശകങ്ങളിലെ അവളുടെ ആ ജീവിതം, അവരുടെ ആ ശുശ്രൂഷ പരിശ്രമത്തിൻ്റെ ഒരു നീണ്ട ചരിത്രമാണ്. ഈ സ്ഥലത്തും പരിസരങ്ങളിലും ഉള്ള അനേകം ആളുകൾ സഭയിലേക്ക് വരികയും കർത്താവായ യേശു നൽകുന്ന ജീവിത സൗഖ്യത്തെ അനുഭവിക്കുകയും ചെയ്യുന്നു. இறைமகன் இயேசு மக்களை தேடிச் சென்று இறைபணி ஆற்றியது போல் அதே குறிக்கோளை மனதில் கொண்டு அருட்தந்தை செபாஸ்டியன் அவர்களும் மக்களை தேடிச் சென்றே இறைபணி ஆற்றியுள்ளார் என்பது குறிப்பிடத்தக்கது. அதற்காக அவருடைய வேலை அதிகமும் வீடு சந்திப்பாக இருந்தது. பின்தங்கிய மக்களாக இருந்த இந்த இடத்தில் மக்களை கல்வியிலும் கலாச்சாரத்திலும் ஒழுங்குபடுத்தி முன்னேற வைத்தார். பொருளாதார வளர்ச்சி குன்றியிருந்த மக்களை வழிநடத்துவதற்காக நற்பணி மன்றம் என்ற ஒரு அமைப்பை உருவாக்கி அது வழியாக மக்களுக்கு சேவை செய்தார். 1969 മുതൽ നീണ്ട 12 വർഷക്കാലം രൂപതയുടെ തെക്കൻ മിഷനറി പ്രവർത്തനങ്ങൾക്ക് അച്ഛൻ ചുക്കാൻ പിടിച്ചത് ഈ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടായിരുന്നു. ഒട്ടേറെ കർമ്മ പദ്ധതികൾ ഈ കാലയളവിൽ അച്ഛനിവിടെ പ്രാവർത്തികമാക്കി. ഒപ്പം ഒരു ജനതയെ വിശ്വാസ പാരമ്പര്യത്തിലേക്ക് നയിക്കുകയും ചെയ്തു. அவர் இங்கு வருகின்ற காலகட்டத்தை எடுத்துக்கொண்டால் இயேசுவை அறிந்தவர்கள் என்று சொன்னால் அதிகமானவர்கள் கிடையாது. அந்த காலகட்டத்தில் அவர் இங்கு வந்து இயேசுவினுடைய போதனைகளை தன்னுடைய அன்பாலும் அரவணைப்பாலும் போதித்து மக்களை ஈர்த்து சபையினுடைய வளர்ச்சிக்காக நிறைய மக்களை ஆன்மீகத்தில் ஈடுபடுத்தினார் என்பதில் ஐயமில்லை. அதற்காக அவர் வீடு சந்திப்பு என்ற கருவியை தன் கையில் எடுத்துக்கொண்டார். ஒவ்வொரு முறையும் கோயிலுக்கு வரக்கூடிய ஆட்களை அவர் கண்காணிப்பார். வரவில்லை என்றால் அந்த வீடு தேடி செல்வார். சென்று அதனுடைய ரீசனை அறிந்து அவர்களுக்கு ஆறுதல் சொல்லி தேற்றி திரும்பவும் ஆலயத்திற்கு வர வைப்பதில்
அவர் அதிக அக்கறையோடு செயல்பட்டார். இன்னும் இறைபணிக்காக, இறை பணியை நிறைவு செய்வதற்காக அவர் பாலர் சபை, மிஷன் லீக், மரியாயின் சேனை போன்ற அமைப்புகளை ஏற்படுத்தி இறை ஆற்றலை அதிகமாக மக்களுக்கு எடுத்து கூறி அவர்களை இறை பற்றில் மேன்மைப்படுத்தி கொண்டிருந்தார் என்பதில் ஐயமில்லை. நான் 1958 பிறந்தவன். 1960 இதே நித்திரவிள பங்கில் ஞானசனானம் பெற்றவன். அதுக்கு பிறகு இந்த ஜெபாசியன் மஞ்சரிக்கலம் சாமியார் வந்த பிறகு மறைக்கல்வி அதிக முக்கியத்துவம் கொடுத்தார். அது ஒன்று சொன்னால் என்ன என்று சொன்னால், மறைக்கல்விக்கு வராத மாணவர்களை, ஒரு ஞாயிற்றுக்கிழமை மறைக்கல்வி வராத பிள்ளைகளை வீட்டில் சென்று அவர் தினமும் அழைக்கியது வழக்கம். இன்னும் படித்த மாணவர்கள் பங்கில், அதாவது மேடையில் சாயங்காலம் 6 மணிக்கு பிறகு இருந்தால் அவர்களை வீட்டில் செல்லி விடுவது வழக்கம். அது இன்றைய கால நேரத்துக்கும் அன்றைய கால நேரத்துக்கும் நிறைய வித்தியாசமான நிலைமை உருவாகியிருந்தது. அவருடைய காலகட்டத்தில் நிறைய வளர்ச்சி பணிகள் இங்கே நடைபெற்றது. குறிப்பாக மக்கள் நற்பணி கழகம் என்ற ஒரு கழகத்தை உருவாக்கி மக்களுக்கு சேவை செய்யும் மனப்பான்மையோடு, அதாவது 5000, 10,000, 15,000 ரூபாய்க்கு தெங்கானது ஒத்திக்கு கொடுத்து தேங்கை விற்று அதுக்கு பைசை அடைச்சு அவருடைய தெங்கை மீட்டு கொடுக்கக்கூடிய தன்மையை மக்கள் நற்பணிப்பலமாக கொண்டு இருந்தது. இன்னும் சொன்ன போனால் நிலங்களை, தண்ணி ஏறக்கூடிய நிலங்களை, தரிசு நிலங்களை அவர் சிஆர்எஸ்எஸ் என்று சொல்லக்கூடிய ஒரு நிறுவனத்தின் வழியாக மண்ணு நிரத்தி அவர்களுக்கு ஒரு மறுவாழ்வு கொடுத்தக்கூடிய ஒரு தந்தையாக இருந்து வந்தார். அன்னாருடைய காலகட்டத்தில் மக்களுடைய கஷ்டங்களை உணர்ந்து அவர் மக்களை போய் வீடு வீடாக சந்தித்து மக்களுடைய குறைகளை தீர்க்கக்கூடிய ஒரு புனிதர் என்று சொல்லலாம். அப்படி நித்திரவிளை பங்கில் சேவை செய்யக்கூடிய ஒரு பங்கு தந்தையாக விளங்கியவர் மதிப்புக்குரிய பங்கு தந்தை செபாஸ்டியன் மஞ்சரிக்கலாம் அவர்கள் ஆவார்கள். நித்திரவிளை மக்களுக்கு தனியாக ஒரு அஞ்சல் நிலையம், அதாவது போஸ்ட் ஆஃபீஸ் இல்லாத வேளையில் அவர் முயற்சியால் இங்கே துவங்கப்பட்டதுதான் நித்திரவிளை அஞ்சல் நிலையம், அதாவது நித்திரவிளை போஸ்ட் ஆஃபீஸ். அவருடைய செயலில் குறிப்பிடத்தக்க ஒரு மாபெரும் நிகழ்வு தான் அது. தொடர்ந்து அநாதை இல்லங்கள், அதுபோன்று நித்திரவிளையில் அந்த சிட்டங்கனாவிளையில் காணப்படுகின்ற ஏஎஸ்எம்ஏ சிஸ்டர்ஸினுடைய அந்த கான்வென்ட் அவருடைய காலத்தில் கட்டப்பட்டது. அவருடைய தனிப்பட்ட செயல்முறை ஜாதி மத இன வேறுபாடின்றி அனைத்து மக்களையும் அரவணைத்து அன்பு செய்து அவர் செயலாற்றியுள்ளார். ஆகவே இதை சுற்றியுள்ள சிஎஸ்ஐ சபை மக்களும் ஹிந்து சகோதரர்களும் அவரோடு அன்றைய காலத்தில் இணைந்தே செயலாற்றியுள்ளார் என்பது குறிப்பிடத்தக்கது. அவர் ஆற்றிய தொண்டுகள் இன்னும் அதிகம். சொல்லப்போனால் இங்கே வின்சென்ட் டி பால் சொசைட்டி வழியாகவும் இளைஞர் இயக்கங்கள் வழியாகவும் ஏழை மக்களுக்கு அதிக உதவி செய்வதில் ஆர்வம் காட்டியிருந்தார். அவ்வேளையில் அதிகம் வறுமையில் வாடிய மக்களுக்கு, வீடில்லாத மக்களுக்கும் வின்சென்ட் டி பால் வழியாகவும் ஃபுட் ஃபார் ஒர்க் வழியாகவும் வீடுகள் கட்டி கொடுப்பதிலும் ஆர்வமாக செயல்பட்டிருந்தார் அன்னார் அவர்கள். அதுபோன்று கல்வியில் பின்தங்க மக்களை கல்வியில் வளர்ச்சி அடைய செய்வதற்காக இங்கே ஒரு பாய்ஸ் ஹோமை உருவாக்கி மாணவர்களை இரவு நேரங்களில் தங்கியிருந்து படிக்க வைத்து
அவ்வாறும் செயலாற்றியுள்ளார்கள். நான் ஒரு கல்வி அறிவில்லாத பெற்றோர்கள் கல்வி அறிவில்லாதவர்களாக இருந்த குடும்பத்தில் பிறந்தவன். நானும் படித்து எஸ்எஸ்எல்சி தேர்வை முடித்து விட்டேன். அதற்கு மேல் படிக்க வேண்டும் என்ற ஆர்வம் எனக்கு அதிகமாக இருந்தது. ஆனாலும் மேல் படிப்பதற்கான பொருளாதாரம் எனக்கு இடம் கொடுக்கவில்லை. ஆனால் தந்தை அவர்கள் என்னை அழைத்து, நீ படிக்க வேண்டும், அதற்கான ஏற்பாடுகளை நான் செய்வேன், என்ன உதவி வேண்டுமானாலும் செய்வேன் என்று சொல்லி என்னை பெங்களூருக்கு அனுப்பி டீச்சர் ட்ரைனிங் முடித்து வர சொன்னார். நானும் அவர் அனுப்பியவாறு டீச்சர் ட்ரைனிங் முடித்து இன்று ஆசிரியராக பணியாற்றி ஓய்வு பெற்றிருக்கின்றேன். சமுதாயத்தில் ஒரு அந்தஸ்தான நிலையில் இருக்கின்றேன் என்று சொல்வதில் மிகவும் பெருமைப்படுகின்றேன். இவ்வாறு தந்தை ஒவ்வொரு ஆன்மீகத்தில் மட்டுமல்லாமல் கல்வியிலும் நிறைய நபர்களை அவர் உயர்த்தியிருக்கின்றார். இன்னும் கல்வியில் அதிகம் படிப்புத்திறன் இல்லாதவர்களை அவர் பட்டாளம், மிலிட்ரி, இன்னும் போலீஸ் போன்ற பேரெழுத்துக்கள் வருகின்ற போது இளைஞர்களை ஊக்கப்படுத்தி அவற்றிற்கெல்லாம் அனுப்பிவிட்டு அவர்களை நிலைப்படுத்தி இருக்கின்றார் என்று சொல்வதில் நான் பெருமைப்படுகின்றேன். ஆக தந்தை அவர்களினுடைய ஈடுபாடு இந்த சபையில் மிகவும் வர்ணிக்கக்கூடிய, மக்களின் மனதை தொட்டவராக அவர் செயல்பட்டிருக்கின்றார் என்று சொல்வதில் நான் பெருமைப்படுகின்றேன். ஓல்ட் இஸ் கோல்ட் என்ற வார்த்தைக்கு இணக்கமாய் பேச்சை குறைத்து செயலை பெருக்கு என்ற வார்த்தைக்கு இணங்க அவர் மக்களை சோம்பலிருந்தே தட்டி உணர்த்தி சுறுசுறுப்பாக செயல்படுவதற்கு எப்போது இளைஞருக்கு வழிகாட்டியாக இருந்தார் என்பது குறிப்பிடத்தக்கது. அன்னார் அவருடைய இந்த சேவை இன்றைய இளம் அருட்பணியாளர்களுக்கும் இளைஞர்களுக்கும் ஒரு வழிகாட்டியாக அமையும் என்பதில் சந்தேகமில்லை. ஆகவே இறைநாமம் பெருகட்டும், இறைபணி தொடரட்டும் என கூறி முடிக்கின்றேன். வணக்கம். പഴയ കലിംഗരാജപുരം ക്രിസ്തുരാജപുരം ആയതിനു പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം മാഞ്ചേരിക്കളം അച്ഛൻ്റെ കൂടി ചരിത്രമാണ് എന്ന വസ്തുത നാം മറന്നുകൂടാ. ദൈവം നൽകിയ കഴിവുകൾ, പ്രത്യേകിച്ച് പാപങ്ങളോടുള്ള സ്നേഹത്തിൽ നിലനിൽക്കുവാനായിട്ടും അവരെ സ്നേഹിക്കുവാനായിട്ടും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു നിന്ന് അവർക്ക് വേണ്ട നന്മകൾ ചെയ്തു കൊടുക്കുവാനായിട്ട് സാധിച്ച വലിയ വൈദിക ശ്രേഷ്ഠനാണ് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ മഞ്ചേരിക്കുളത്തിലച്ഛൻ. അച്ഛൻ്റെ ആദ്യത്തെ പ്രവർത്തനങ്ങൾ കന്യാകുമാരി മിഷനിലും രണ്ടാമത്തെ പ്രവർത്തനങ്ങൾ തക്കല രൂപതയായതിനു ശേഷം ബഹുമാനപ്പെട്ട ജോർജ് ആലഞ്ചേരി പിതാവിനോടൊപ്പം പടന്താലിമൂട്ടിലും തൻ്റെ സേവനം അനുഷ്ഠിക്കുവാനായിട്ട് സാധിച്ച ഒരു മഹത് വ്യക്തിയാണ്. തീർത്തും സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവങ്ങൾ മാത്രമുള്ള ഈ പ്രദേശത്ത് ഒരു വിശ്വാസ സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നത് ഏറെ ശ്രമകരമായ കാര്യമാണ്. എന്നാൽ ദൈവാശ്രയത്തിൽ അച്ഛനിവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അത് ന്യായവും ദൈവഹിതവുമാണ് തീർച്ച. കലിംഗരാജപുരം കന്യാകുമാരി ജില്ലയിലെ 7 ദേശത്ത് അറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ്. അത് മണൽ മൂടി വിജനമായി സസ്യലതാദികളൊന്നുമില്ലാതെ മനുഷ്യവാസവുമില്ലാതെ കിടന്നിരുന്നു. ആ പ്രദേശത്തിൻ്റെ ആ ശൂന്യത കണ്ട് വസിക്കാനിടമില്ലാതിരുന്ന പാവപ്പെട്ട ആളുകൾ ആ പ്രദേശത്തേക്ക് ഓരോരുത്തരായി കുടുംബമായി വന്ന് ചെറിയ ഷെഡുകൾ വെച്ച് താമസമായി. അവരുടെ സംഖ്യ ഒരു കാലഘട്ടം കൊണ്ട് വളരെയായി 50-60 കുടുംബങ്ങളായി.
അപ്പോൾ അവർ നേരിട്ടുകൊണ്ടിരുന്നതായ ബുദ്ധിമുട്ടുകൾ ഒന്ന്, അവിടെ മദ്യം വിൽക്കാനും വാങ്ങാനും വന്നിരുന്ന ആളുകളിൽ നിന്നാണ്. ഈ ആളുകളെ, അസംഘടിതരായി കഴിഞ്ഞിരുന്ന ഈ ആളുകളെ പലപ്പോഴും ഉപദ്രവിക്കുമായിരുന്നു. ഞാൻ നിദ്രവിളിയിലായിരിക്കുമ്പോൾ അവിടുത്തെ അടുത്ത ഒരു സ്ഥലമായിരുന്നു അത്. അവരെന്നെ വന്ന് സമീപിച്ചു. അവർക്ക് എല്ലാവർക്കും നേരിടുന്ന ഒരു വലിയ ബുദ്ധിമുട്ടാണ് ഈ മദ്യപാനികളിൽ നിന്നുള്ളത് എന്ന്. അതുകൊണ്ട് അവരെ കൂടി നിദ്രവിളയുടേതായ ഭാഗമാക്കി തീർക്കണമെന്ന് അപേക്ഷിച്ചു. നിദ്രവിള എന്ന് പറയുന്നത് ഒരു ദൈവ ആലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. സിറോ മലബാർ സഭയുടെ ഒരു മിഷൻ്റേതായ ആദ്യത്തെ പള്ളിയാണ് അവിടുത്തേത്. ആ പള്ളിയോട് ചേർന്ന് അവർക്ക് സംരക്ഷണം കിട്ടുമെന്ന് വിശ്വാസമുണ്ടായിരുന്നത് കൊണ്ടാണ് ആ പള്ളിയുടെ വികാരിയായിരുന്ന എന്നെ അവർ സമീപിച്ചത്. അവരെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഇടവകയിലെ മുതിർന്ന ആളുകളുമായി സംസാരിച്ചു. അവരെല്ലാവരും അവർക്ക് സംരക്ഷണം കൊടുക്കാൻ തയ്യാറായി വന്നു. അങ്ങനെ ആ കാലങ്ങളിൽ ഞങ്ങൾ ആ പ്രദേശങ്ങളിൽ പലപ്പോഴുമായി പോവുകയും ഇങ്ങനെ മദ്യം പാനികളായി അവിടെ വരുന്നവരെ ആട്ടി ഒടിക്കുകയും ചെയ്യുമായിരുന്നു. ആ ആളുകൾ കുറേശ്ശെയായിട്ട് നിദ്രവിള പള്ളിയോട് ചേരണം, ആ പള്ളിയിലെ അംഗങ്ങളാകണം എന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് അവരെ ആ പള്ളിയുടെ ഭാഗമാക്കുന്നതിലും നല്ലത് അവർക്കായിട്ട് തന്നെ അവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയാണ് മെച്ചമെന്ന് എനിക്ക് ബോധ്യമായി. അതിനാൽ അവിടെയുള്ള ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ ആരാഞ്ഞതിന് ശേഷം അവരെ അവിടെ ഒന്നിച്ചു കൂട്ടി പ്രാർത്ഥനകൾ നടത്തുമായിരുന്നു. ആ പ്രാർത്ഥനയിൽ വിശ്വാസ വിഷയങ്ങൾ പഠിപ്പിക്കുകയും സുവിശേഷം വായിച്ചവർക്ക് വിശദീകരിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഏതാണ്ട് 10-40 കുടുംബങ്ങൾ ചേർന്നപ്പോൾ ഞായറാഴ്ചകൾ തോറും അവിടെ കുർബാന നടത്തുകയും വൈകുന്ന വേളയിൽ അവർക്ക് പ്രാർത്ഥനാ സമ്മേളനം നടത്തി കൊടുക്കുകയും ചെയ്തു. അതിൽ തൽപരരായ ആളുകൾ ഒന്നിച്ചു തന്നെ നിന്നു. അവരെല്ലാവരും കൂടി അവരുടേതുപോലെ തന്നെ ഒരു ഷെഡ് വെച്ച് അതിനകത്ത് കൂടുവാൻ താല്പര്യപ്പെട്ടു. അതാണ് ക്രിസ്തുരാജപുരത്തെ പള്ളിയുടെ ആരംഭം. ഹൃദയപൂർവം നമസ്കരിക്കണം ത്യാഗം ചെയ്തവരെ. ദൈവമേകുമി സ്നേഹമാതൃക പിന്തുടർന്നിടണം. സുഭഗമോർമ്മകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാ